ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ മന്ത് എൻഡ് ആകുമ്പോൾ അല്ലെങ്കിൽ മന്ത് തുടങ്ങുന്ന സമയത്ത് അവരൊരു ബുദ്ധിമുട്ടിലായിരിക്കും. ലൈക്ക് ഹൗ ടു പേ ദ സാലറി, ഹൗ ടു പേ ദ റെന്റ്, ഹൗ ടു പേ അതർ എക്സ്പെൻസസ്. സത്യത്തിൽ ഇത് ബിസിനസ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് ചെയ്യുന്ന ബിസിനസ് ആരാണെങ്കിൽ പോലും അവർക്ക് അവരുടെ സർവീസിൽ, അവരുടെ ഓപ്പറേഷനിൽ, അവരുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അവരുടെ ശ്രദ്ധ മുഴുവൻ എങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് അവർ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നാമത് നമ്മൾ എപ്പോഴും നന്നായിട്ട് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. മേ ബി നെക്സ്റ്റ് 3 months അല്ലെങ്കിൽ നെക്സ്റ്റ് 6 months എന്തൊക്കെ എക്സ്പെൻസ് വരിക എന്നുള്ളത് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്ലാൻ ചെയ്യുക. എത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലിക്വിഡിറ്റി പ്രശ്നം ഉണ്ടാവും. അതിൽ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾ വോളിയം കുറക്കുക, ലൈക്ക് നമ്മളുടെ റെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെന്റ് എന്ത് ചെയ്യാം, കുറക്കാം, അല്ലെങ്കിൽ സാലറി കട്ട് ഷോർട്ട് ചെയ്യാം. ഈ രീതിയിൽ എക്സ്പെൻസിനെ കട്ട് ഷോർട്ട് ചെയ്തിട്ട് എന്തൊക്കെ എക്സ്പെൻസ് വരിക എന്നുള്ളത് മുൻകൂട്ടി കണ്ട് ബിസിനസിന്റെ വോളിയം കുറച്ചിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസിന്റെ ഓപ്പറേഷൻ കുറക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വോളിയം കുറക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പുറത്തുനിന്ന് ഫണ്ട് കണ്ടെത്തേണ്ടി വരും. ലൈക്ക് ലോണായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ കണ്ടിട്ടോ വേറെ ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ഫണ്ട് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുക. ഈ രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ പ്രശ്നം കുറേ കാലത്തേക്ക് നമ്മൾ അൺഅറ്റൻഡ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നാളെ നമ്മുടെ ബിസിനസ്സിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് മാറും. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.